ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി എന്ന ഹിന്ദി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരിയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിൽ കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഹരി, സരസ്വതി എന്നീ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കരമായി ലവ് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രസന്റിൽ ഹരി എന്ന നമ്മുടെ ഹീറോ ജയിലിലാണുള്ളത്. സരസ്വതിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അയാൾ ജയിലിലിരിക്കുന്നത്. അവള് കാരണമാണ് പുള്ളി അകത്തായതെന്ന് തോന്നുന്നു. ഇന്ന് പുള്ളിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്, പേര് അൻവർ. ഇപ്പോൾ അൻവർ ഭായ് ഹീറോയെ കണ്ട് സംസാരിക്കാനായി ജയിലിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഹീറോയുടെ ജന്മദിനം ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഹൽവ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൽവയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അയാൾ ഹൽവ കൊടുക്കുകയാണ്. ഹീറോ ആ ഹൽവ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെയുള്ളൊരു പോലീസ് വേഗത്തിൽ വന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും മാറിപ്പോകുന്നു. ഇപ്പോൾ ഭായിയും ഹീറോയും സംസാരിക്കുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ഹീറോയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കുറച്ചായിട്ട് മനസ്സിലാകാൻ തുടങ്ങുന്നത്. ആക്ച്വലി ഹീറോയും സരസ്വതിയും ഒരേ നാട്ടുകാരാണ്. അവൾ അവിടെ ഒരു ബ്ലഡ് ക്യാമ്പ് പോലെ ഒന്ന് നടത്തുകയാണ്. എന്നാൽ ആരും രക്തം നൽകാൻ മുന്നോട്ട് വരുന്നില്ല. ഹീറോ അവിടെ വന്ന് അവളോട് സംസാരിക്കുന്നു. എല്ലാവരെയും എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം, ഞാൻ കൊണ്ടുവരാം എന്ന് പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് എന്ത്, ബ്ലഡ് തന്നാൽ കാശ് തരുമോ എന്ന് പുള്ളി വേണമെന്ന് വെച്ച് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ബാക്കിയുള്ള ആളുകൾ എന്ത് കാശ് കിട്ടോ എന്ന് ചോദിച്ച് വേഗത്തിൽ ആ ക്യാമ്പിലേക്ക് വന്ന് നിൽക്കാൻ തുടങ്ങുന്നു. ഞാനും തരാം എന്ന് അവർ പറയുന്നു. അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് അവർ ആവശ്യത്തിന് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ഇതിലൂടെ അവർ തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നു. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സിനെ പോലെ ഇടപഴകാൻ തുടങ്ങുന്നു. കാലക്രമേണ അവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നു. സരസ്വതി വലിയൊരു കുടുംബത്തിലെ കുട്ടിയാണ്. എന്നാൽ ഹീറോ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. പുള്ളിക്ക് ഹൽവ ഇഷ്ടമായതുകൊണ്ട് അവൾ ഇടയ്ക്കിടെ ഹൽവ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഹീറോയുടെ ഫാമിലിയിലുള്ള എല്ലാവരും മരിച്ചു പോയിരുന്നു. അവരുടെ ഫോട്ടോകളാണ് അയാൾ അവളെ കാണിക്കുന്നത്. ഇനി മുതൽ നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവൾ അവളുടെ ഫോട്ടോയും ആ കൂട്ടത്തിൽ വെക്കുന്നു. പുള്ളിയുടെ വീടിനടുത്ത് മല്ലി എന്ന പേരിൽ ഒരു ചേച്ചിയുണ്ട്. സ്വന്തം ചേച്ചിയെ പോലെയാണ് ഹീറോ അവരെ കാണുന്നത്. ഇവളാണ് ഞാൻ പറഞ്ഞ സരസ്വതി എന്ന് പറഞ്ഞ് പുള്ളി അവളെ മല്ലി ചേച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സരസ്വതിക്ക് ഒരു ചേട്ടനുണ്ട്. ഈ ലവ് മാറ്റർ അയാൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതോർത്ത് അവൾക്ക് ചെറിയൊരു പേടിയും ഉണ്ട്. സരസ്വതിയുടെ കയ്യിൽ കാറുണ്ട്. അവൾക്ക് ഡ്രൈവ് ചെയ്യാനും അറിയാം. പക്ഷെ ഹീറോയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല. അവൾ ഹീറോയെ കുറച്ചായി കാർ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഹീറോ ഡ്രൈവിങ്ങിൽ ഭയങ്കരമായ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി ഒരു മരത്തിൽ പോയി ഇടിക്കുന്നു. ഇടിച്ചതിന് ശേഷം സരസ്വതി നെഞ്ചിൽ കൈവച്ച് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. എന്തു പറ്റി എന്ന് ഹീറോ ചോദിക്കാണ്. ഒന്നുമില്ല, എനിക്ക് ആസ്മ പ്രോബ്ലം ഉണ്ടല്ലോ, അതൊന്നും വന്നതാണ് എന്ന് അവള് പറയുന്നു. നീ ഓക്കെ അല്ലേ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് അവളും പറയുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിൽ പ്രണയത്തെക്കുറിച്ച് പറയണം, കല്യാണം കഴിക്കണം എന്നൊക്കെ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ കാര്യം പറയുമ്പോൾ എന്താവുമോ എന്നോർത്ത് ഹീറോയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് അവൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതൊക്കെ പ്രസന്റിൽ പുള്ളി അൻവർ ഭായിയോട് പറയാണ്. അവളെ എപ്പോഴും ഞാൻ ജൂലിയറ്റ് എന്നാണ് വിളിച്ചിരുന്നത് എന്ന് പുള്ളി പറയുന്നു. പ്രസന്റിൽ അയാളുടെ കയ്യിൽ ജെ എന്ന് ടാറ്റു ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി തുടർന്ന് നടന്ന കാര്യങ്ങൾ പുള്ളി പറയാണ്. ഒരു അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ അമ്പലത്തിൽ വരുന്നു. ഹീറോയും സരസ്വതിയെ കാണാനായി അവിടേക്ക് എത്തുന്നു. ആ സമയത്ത് സരസ്വതിയുടെ ചേട്ടനും ഫ്രണ്ട്സും ആ അമ്പലത്തിൽ വരുന്നുണ്ട്. ചേട്ടൻ വരുന്നത് കണ്ട് ഇവർ വേഗത്തിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ്. അവിടെ വെച്ച് ഇവർ രണ്ടുപേരും റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മല്ലി ചേച്ചിയും അവരോട് സംസാരിക്കാനായി അടുത്തേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ സരസ്വതിയുടെ ചേട്ടന്റെ കൂട്ടുകാരുമായി മല്ലിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ചേട്ടന്റെ കൂട്ടുകാരും മല്ലിയും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നില്ല. ആ പ്രശ്നത്തെക്കുറിച്ച് മല്ലി എന്നോട് പറഞ്ഞതുമില്ല എന്ന് പുള്ളി ഭായിയോട് പറയുന്നു. അന്ന് രാത്രി പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് മല്ലി വീടിന് പുറത്തേക്ക് വരുന്നു. ഹീറോയുടെ വീടിനടുത്താണ് മല്ലിയുടെ വീടുള്ളത്. സൗണ്ട് കേട്ട് അവർ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തു വന്നവരുടെ അടുത്ത് സരസ്വതിയുടെ ചേട്ടനും കൂട്ടുകാരും ചേർന്ന് അതിക്രമം കാണിക്കാൻ ശ്രമിക്കുന്നു. ബഹളം കേട്ട് ഹീറോ അവിടേക്ക് വരികയും അവരെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ കുറെ പേരുള്ളതുകൊണ്ട് ഹീറോയെ അവർ പിടിച്ചു മാറ്റുകയും ഹീറോയുടെ കൺമുന്നിലിട്ട് തന്നെ മല്ലിയെ അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോ അവിടെയുള്ള എല്ലാവരും പിടിച്ചടിക്കുന്നു. അതിൽ സരസ്വതിയുടെ ചേട്ടനാണ് നന്നായി അടികൊള്ളുന്നത്. അയാളുടെ മുഖത്ത് തന്നെ ഹീറോ വീണ്ടും ഇടിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ ചേട്ടൻ അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. അതിനുശേഷമാണ് സരസ്വതി അവിടേക്ക് വരുന്നത്. എൻ്റെ ചേട്ടനെ എന്തിനാ കൊന്നത് എന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നു. ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഹീറോ ശ്രമിക്കുന്നു. അപ്പോഴേക്കും പോലീസ് വന്ന് ഹീറോയെ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് അവിടെ നടന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് വേറൊന്നാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വേറെ രീതിയിലാണ്. അതായത് ഹീറോയാണ് മല്ലിയെ ഉപദ്രവിക്കാൻ നോക്കിയത്. അപ്പോൾ മല്ലിയെ രക്ഷിക്കാമെന്ന ചേട്ടനെ ഹീറോ അടിച്ചു കൊന്നു എന്നാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് സത്യമാണെന്ന് ഹീറോയിനും പോലീസിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഹീറോ, നീ എന്താണ് ഈ പറയുന്നത്? നടന്നത് വേറെയാണ്, നിന്റെ ചേട്ടനാണ് അങ്ങനെ ചെയ്തത്, ഞാനത് തടയാൻ വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത് എന്ന് പറയുന്നു. എന്നാൽ സരസ്വതി എൻ്റെ ചേട്ടൻ ഇവനാണ് കൊന്നത് എന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ശരി, ഇവനെ പരിചയമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് അവൾ പറയുന്നു. എന്ത്, എന്നെ നിനക്ക് അറിയില്ലേ എന്ന് കേട്ട് ഹീറോയും ആകെ തകർന്നു പോകുന്നു. ഹീറോയെ ഒട്ടും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്നും പോകുന്നു.
അവൾ ചെയ്ത ഈ ചതി കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് ഓർത്ത് ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. പ്രസന്റിൽ ഈ കാര്യങ്ങളൊക്കെ പുള്ളി ഭായിയോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് പുള്ളി ഭായിയുടെ സഹായം ചോദിക്കുന്നു. നീ പേടിക്കണ്ട, അതിനുള്ള പ്ലാനൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഭായി അവിടെ നിന്നും പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തടവുകാരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ ഹീറോയെയും ഇവിടെ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. വാനിൽ ഹീറോയോടൊപ്പം മറ്റു 4-5 തടവുകാരെയും കയറ്റി അവർ യാത്ര തിരിക്കുന്നു. വഴിയിൽ വണ്ടി ഒരിടത്ത് നിർത്തുമ്പോൾ അവിടെ വെച്ച് ഒരാൾ വണ്ടിയിൽ വേണമെന്ന് വെച്ച് എന്തോ കേടുപാടുകൾ വരുത്തുന്നു. തുടർന്ന് ഒരു ട്രെയിൻ ട്രാക്ക് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ വാൻ കൃത്യം ട്രാക്കിന്റെ നടുക്ക് വെച്ച് ഓഫായി പോകുന്നു. ഇപ്പോൾ ആ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇടിച്ചാൽ എല്ലാവരും മരിക്കും. അതുകൊണ്ട് വേഗത്തിൽ തടവുകാരെ എല്ലാവരും വണ്ടിയിൽ നിന്നും താഴെ ഇറക്കുകയാണ്. ആ സമയത്ത് ഹീറോ ഒരു താക്കോൽ ഉപയോഗിച്ച് കൈവിലങ്ങ് അഴിക്കുകയാണ്. അതിന് കാരണമുണ്ട്. അന്ന് അൻവർ ഭായ് കാണാൻ വന്നപ്പോൾ ഒരു പോലീസുകാരൻ ആ ഹൽവ എടുത്ത് കഴിച്ചിരുന്നല്ലോ. ഹൽവ എടുത്ത സമയത്ത് പുള്ളി അവിടെ ഒരു താക്കോൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭായിക്ക് വേണ്ടി ആ പോലീസുകാരൻ താക്കോൽ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. ആ താക്കോൽ ഉപയോഗിച്ച് ഹീറോ വിലങ്ങഴിക്കുന്നു. ഹീറോ എവിടെയെന്ന് പോലീസുകാരൻ നോക്കുമ്പോൾ ഹീറോ അവിടെ നിന്നും രക്ഷപ്പെട്ട് അടുത്തുള്ള ഒരു ബൈക്കിന്റെ അടുത്തേക്ക് പോകുന്നു. ഭായിയാണ് ആ ബൈക്ക് അവിടെ കൊണ്ടുപോയി വെച്ചത്. ബൈക്ക് എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. അയ്യോ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ എന്നോർത്ത് പുള്ളി ടെൻഷനിലാവുന്നു. ഇപ്പൊ പോലീസുകാർ അവനെ പിടിക്കാനായി ഓടി വരികയാണ്. ഭാഗ്യത്തിന് പോലീസ് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നു. ഹീറോ അവിടെ നിന്നും വിജയകരമായി രക്ഷപ്പെടുന്നു. ജാനകി എന്ന പോലീസ് ഓഫീസർക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല ലഭിക്കുന്നത്. ഹീറോ എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് സീനിയർ ഓഫീസർ അവരോട് പറയുന്നു. അങ്ങനെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. പുള്ളി ഇപ്പോൾ ആ ഭായിയുടെ കീഴിൽ ഒരു ഗുണ്ടയെ പോലെ ജോലി ചെയ്യാണ്. ഒരു ബാറിൽ വന്ന് അവിടെയുള്ള പെൺകുട്ടിയോടൊപ്പം ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇൻഫർമേഷൻ കിട്ടി ജാനകി ആ ബാറിലേക്ക് വരുന്നു. പുള്ളിയെ പിടിക്കാനാണ് അവർ വന്നിട്ടുള്ളത്. എന്നാൽ ഹീറോ പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവരെ ലോക്ക് ചെയ്യുന്നു. കുറച്ചു നേരം കണ്ണടച്ച് എണ്ണിക്കോ, അതിനുള്ളിൽ ഞാൻ എവിടെ നിന്നും പോയിരിക്കുമെന്ന് പറഞ്ഞ് പുള്ളി ഭീഷണിപ്പെടുത്തുന്നു. അവർ കണ്ണടച്ച് എണ്ണിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പുള്ളി അവിടെ നിന്നും എസ്കേപ്പ് ആയി കഴിഞ്ഞിരുന്നു. മിസ്സായല്ലോ എന്നോർത്ത് ജാനകിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഇപ്പോൾ ഹീറോ ഭായിയെ കാണാനായി വരികയാണ്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് ഭായി പറയുന്നു. ഇല്ല ഭായ്, ഞാൻ അവളെ വീണ്ടും കണ്ടു എന്ന് പുള്ളി ഭായിയോട് പറയുന്നു. പുള്ളി എന്തോ ആവശ്യത്തിനായി പുറത്തു പോയ സമയത്ത് സരസ്വതി ഒരു ചെറിയ കുട്ടിയോടൊപ്പം ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടിരുന്നു. ഈ കുട്ടി ആരാണ്? ഒരുപക്ഷെ അവളുടെ മകളാണോ എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. അങ്ങനെ അവരെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച പുള്ളി അവരുടെ പിന്നാലെ പോകുന്നു. സരസ്വതി ഒരു ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവൾ ഹോസ്പിറ്റലിൽ വരാൻ ഒരു കാരണമുണ്ട്. ഇത് കൊറോണ സമയമാണ്. അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. കൂട്ടത്തിൽ അവളുടെ ഭർത്താവും അവിടെ അഡ്മിറ്റ് ആണ്. അയാൾക്ക് കൊറോണ ബാധിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ വേറൊരു കാര്യമുണ്ട്. അതായത് ഉടനെ തന്നെ ഭർത്താവിന് ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണം. അതിനുവേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളെല്ലാം അവൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇൻഷുറൻസ് കമ്പനിക്കാർ വിളിച്ചിട്ട് ലോൺ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച് അവൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും ആ ലോൺ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടർമാർ അടുത്ത ഷോക്ക് കൊടുക്കുന്നത്. ഹാർട്ട് റെഡിയാണ്, മാറ്റിവെക്കുക എന്ന് പറഞ്ഞ ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നു ഹാർട്ട് ഡോണർ മരിച്ചുപോയി, അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. മരിച്ചുപോയാലും ഹാർട്ട് എടുത്തു വെക്കാം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ എന്താ മാറ്റി പറയുന്നത് എന്ന് ചോദിച്ച് അവൾ കരയാണ്. അപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് അവൾ വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡോക്ടർ അവളോട് സംസാരിക്കാൻ വരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, 1 കോടി രൂപ തരുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ ഞാൻ ചെയ്തു തരാം, ഹാർട്ടൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊള്ളാം എന്നയാൾ പറയുന്നു. 1 കോടി രൂപ എന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ല. എങ്കിലും പൈസ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം എന്നവൾ പറയുന്നു. ഇതൊക്കെ നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഹോസ്പിറ്റലിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കൊറോണ സമയത്ത് കുറെ കാശുണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ പണത്തിനു വേണ്ടി അവർ നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ചുകൾ ആദ്യം 2 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സിറ്റിയിൽ 5 സ്ഥലങ്ങളിൽ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ ചെറിയ ചെറിയ പണികൾ ഇനിയും എത്ര കാലം ചെയ്യാനാണ്? നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഒരു കൈവയ്ക്കാൻ പോവാണെന്ന് പുള്ളി ഭായിയോട് പറയുന്നു. നിങ്ങൾ ഈ പ്ലാനിൽ വരേണ്ടതില്ല, ഞാനും അവളും കൂടി ചേർന്നാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നതെന്നും പുള്ളി പറയുന്നു. എന്ത്, അവൾ വരുമോ? അവൾ എങ്ങനെ വരാനാണ് എന്ന് ഭായ് ചോദിക്കുന്നു. അവൾക്ക് ഇപ്പോൾ പണത്തിന് വലിയ ആവശ്യമുണ്ട്, അതുകൊണ്ട് അവൾ ഉറപ്പായും വരും എന്ന് ഹീറോ പറയുന്നു. ഇപ്പോൾ സരസ്വതി കുറച്ച് ദിവസത്തേക്ക് മോളെ അമ്മയുടെ അടുത്തേക്ക് അയക്കാമെന്ന് തീരുമാനിക്കുകയാണ്. മോളെ നോക്കിക്കോണമെന്ന് പറഞ്ഞ് അവൾ കുട്ടിയെ അമ്മയെ ഏൽപ്പിക്കുന്നു. പൈസ അറേഞ്ച് ചെയ്യണമല്ലോ എന്നോർത്ത് അവൾ ഒരുപാട് പേരെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഹീറോ അവളുടെ വീട്ടിലിരിക്കുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാണ് എന്ന് അവൾ ഞെട്ടലോടെ ചോദിക്കുന്നു. നിന്നോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പുള്ളി പറയുന്നു. എന്നെ കേസിൽ കുടിക്കിയതല്ലേ, അതിന് പ്രതികാരം ചെയ്യാനാണ് വന്നതെന്ന് അയാൾ പറയുന്നു. പ്രതികാരം ചെയ്യാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ നീ വലിയ കഷ്ടത്തിലാണല്ലോ, നിനക്കിപ്പോൾ 1 കോടി രൂപ വേണം അല്ലേ? 1 കോടി രൂപ വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം എന്ന് പുള്ളി പറയുന്നു. അതൊന്നും ആവശ്യമില്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അവൾ പറയുന്നു. ആക്ച്വലി നീ നിന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടല്ലേ ഹാർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചത്? ആ ഫ്രണ്ട് തന്നെയാണ് നിന്നെ ചതിച്ചത്. ആ ഫ്രണ്ട് അതേ ഹോസ്പിറ്റലിന് വലിയൊരു തുകയ്ക്ക് ആ ഹാർട്ട് വിറ്റു. നിനക്കതറിയാമോ എന്ന് പുള്ളി ചോദിക്കുന്നു. നുണ പറയാതിരിക്കെ, എന്റെ ഫ്രണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവൾ പറയുന്നു. വേണമെങ്കിൽ നീ ആ ഫ്രണ്ടിനോട് തന്നെ പോയി ചോദിച്ചു നോക്ക്, എല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് നിന്നോട് സംസാരിക്കാൻ വന്നതെന്ന് അയാൾ പറയുന്നു. പുള്ളി പറയുന്നത് സത്യമാണോ?
ഫ്രണ്ട് അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അവളും ചിന്തിക്കുന്നു. കാരണം ആ ഫ്രണ്ട് തന്റെ അച്ഛന്റെ ഹാർട്ട് അവൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫ്രണ്ട് പോയി അങ്ങനെ ചെയ്യോ? ശരി, എന്തായാലും ചോദിക്കാന്ന് വിചാരിച്ച് അവൾ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് ദേഷ്യത്തോടെ കാര്യം ചോദിക്കുന്നു. അപ്പോൾ ആ ഫ്രണ്ട് അതേ എന്ന് സമ്മതിക്കുന്നു. എന്റെ അച്ഛൻ ലങ്സ് പ്രോബ്ലം കാരണമാണ് മരിച്ചത്. ഹോസ്പിറ്റൽ ചെലവ് വളരെ കൂടുതലായി പോയി. അപ്പോഴാണ് ഹാർട്ട് തന്നാൽ വലിയൊരു തുക തരാമെന്ന് അവർ പറഞ്ഞത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ അത് വിറ്റു എന്ന് അവർ പറയുന്നു. ഫ്രണ്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. ഇനി വേറെ വഴിയില്ല, ഹീറോ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഹീറോയുടെ പ്ലാനിൽ നമുക്കും പങ്കുചേരാം എന്ന് അവൾ തീരുമാനിക്കുന്നു. കാരണം ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊള്ളയടിക്കാൻ പോവാണ്, നീ എന്നെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ള 1 കോടി രൂപ ഞാൻ തരാം എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളും അതിന് സമ്മതിക്കുന്നു. നീ ഈ തീരുമാനം തന്നെ എടുക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈ സ്ഥലത്ത് വന്ന് എന്നെ പിക്ക് ചെയ്യ് എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി അവൾ കാറുമായി വരുന്നു. കാറിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുമായി പുള്ളി വളരെ സാധാരണമായി സംസാരിച്ച് ഇടപഴകാൻ തുടങ്ങുന്നു. കുട്ടിയുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചറിയാണ്. ഇപ്പോൾ അവൾ മോളെ സ്കൂളിൽ വിടാൻ വന്നതാണ്. മോളെ അവിടെ ഇറക്കി വിട്ടിട്ട് അവളുമായി ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സരസ്വതി. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ലവ് ചെയ്തിരുന്ന സമയത്ത് നമുക്കൊരു മകൾ ജനിക്കണം, മകൻ ജനിക്കണം എന്നൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലൂടെ പോകുന്നതുകൊണ്ട് പുള്ളി വീണ്ടും വീണ്ടും ഹോൺ അടിക്കുന്നു. നീ എത്ര നേരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കും? സംസാരിച്ചത് മതി, വേഗം വാ എന്ന് പറഞ്ഞ അയാൾ ദേഷ്യപ്പെടുന്നു. ആ ഹോസ്പിറ്റൽ നടത്തുന്ന ആളുടെ പേര് സോളമൻ എന്നാണ്. അയാൾ ആംബുലൻസ് വഴിയാണ് വലിയ എമൗണ്ടുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം കണക്കിൽപ്പെടാത്ത ഒരുപാട് പണം അയാളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഇങ്ങനെയാണ് മാറ്റുന്നത്. നമ്മൾ അതാണ് അടിച്ചു മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞ് പുള്ളി അവളോട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. ഇപ്പോൾ പാർക്കിങ്ങിൽ കിടക്കുന്ന ആംബുലൻസിലേക്ക് അവർ ഒരുപാട് പണം കയറ്റി വെക്കുകയാണ്. ആ സമയത്ത് കൃത്യമായി ഇവർ രണ്ടുപേരും മുഖം മറച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. സോളമനും കൂട്ടാളികളും അവിടെ നിന്നും പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ അവിടെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. നീ കാറിൽ തന്നെ ഇരിക്കുക, ഞാൻ പോയി പൈസ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ വേഗത്തിൽ പോയി ആ പൈസയൊക്കെ എടുത്തു കൊണ്ടുവരാൻ തുടങ്ങുന്നു. അപ്പോൾ സോളമന്റെ ആളുകളിൽ ഒരുത്തൻ ഹീറോയെ ഓടിച്ചിട്ട് വരികയാണ്. ഒരു ഘട്ടത്തിൽ ഇവരുടെ കാർ ആക്സിഡന്റ് ആക്കുന്ന അവസ്ഥയിലെത്തുന്നു. അവൻ ഓടി വന്ന് തടഞ്ഞുകൊണ്ട് ഇവരുടെ കാർ ആക്സിഡന്റ് ആവുന്നു. ഉള്ളിൽ ഇവരെടുത്തു വെച്ചിരുന്ന പൈസയെല്ലാം കാറ്റിൽ പറക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് പൈസയെല്ലാം എടുക്ക് എന്ന് ഹീറോ പറയാണ്. സരസ്വതിയാണ് ആ പൈസയെല്ലാം പെറുക്കിയെടുക്കുന്നത്. ആ സമയത്ത് അവിടെ വന്ന് ബാക്കിയുള്ള ആളുകളുമായി ഹീറോ ഫൈറ്റ് ചെയ്യാണ്. ഹീറോയുടെ പ്ലാൻ എന്താണെന്ന് അറിയാമോ? ഈ പൈസ അടിച്ചു മാറ്റണം, ഒപ്പം സരസ്വതിയെ ഈ കേസിൽ കൊടുക്കുകയും വേണം എന്നതാണ് പുള്ളി ചിന്തിക്കുന്നത്. അവളെ അവിടെ ഇട്ട് രക്ഷപ്പെടാം എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവളെ കുടുക്കിയാൽ താനും കൂടെ പെട്ടുപോകും എന്നുള്ളത് കൊണ്ട് അവളെയും വണ്ടിയിൽ കയറ്റി ഹീറോ അവിടെ നിന്നും പോകുന്നു. വേറൊരു അവസരം കിട്ടുമ്പോൾ അവളെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. ഇപ്പോഴാണ് റാം ബാബു എന്നൊരു പോലീസുകാരനെ കാണിക്കുന്നത്. പുള്ളി അവിടെ വെഹിക്കിൾ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലൂടെയാണ് ആംബുലൻസ് വരുന്നത്. ആംബുലൻസിൽ ഡാമേജ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സംശയം തോന്നുകയും ആ ആംബുലൻസ് നിർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പോലീസ് നിർത്താൻ പറഞ്ഞിട്ടും അവർ ആംബുലൻസ് നിർത്താതെ പോയി. നടന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഭായിയോട് പറഞ്ഞു. അവരൊരുപാട് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതി പൈസയും കാർ ആക്സിഡന്റ് ആയപ്പോൾ പുറത്തു പോയി വീണു. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള അത്രയും പൈസ അതിൽ നിന്നും കിട്ടിയില്ല. ആവശ്യമുള്ള പൈസ കിട്ടിയില്ലല്ലോ, ഇനി വേറെ വഴിയില്ല, നമ്മൾ ഇവരുടെ മറ്റൊരു ഹോസ്പിറ്റലിലും ഇത് തന്നെ ചെയ്യണം എന്ന് ഹീറോ പറയുന്നു. മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടി ചെയ്യണമല്ലോ എന്നോർത്ത് സരസ്വതിക്ക് പേടിയാവുന്നുണ്ട്. ആക്ച്വലി ആ ആംബുലൻസ് നിർത്താതെ പോയല്ലോ. അതുകൊണ്ട് പോലീസ് സോളമനെ വിളിച്ച് ചോദിക്കുകയാണ്. സോളമൻ ആ ബ്ലാക്ക് മണിയുടെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി അതൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ നോക്കുന്നു. എന്താണ് സാർ സാധാരണ പ്രശ്നമാണെന്ന് പറയുന്നത്? വണ്ടിയിൽ നിന്നും നോട്ടുകൾ പറന്ന് താഴെ വീണിരുന്നു. അതുകൊണ്ട് ഒരുപാട് പൈസ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സത്യം പറ എന്ന് പറഞ്ഞ് റാം ബാബു അയാളെ ചോദ്യം ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ സോളമൻ എൻ്റെ പൈസ ആരും അടിച്ചു മാറ്റി, 2 പേര് ചേർന്നാണ് മോഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നു. ആ 2 പേരെന്റെ മറ്റു ഹോസ്പിറ്റലുകളും ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് പ്രൊട്ടക്ഷൻ തരേണ്ടത് എന്ന് സോളമൻ പോലീസിനോട് ആവശ്യപ്പെടുന്നു. സോളമൻ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിനകത്ത് 2 പേര് കയറിയിട്ടുണ്ട് എന്ന ആൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. അടുത്ത ഹോസ്പിറ്റലിലും പൈസ മോഷ്ടിക്കാനായി അവർ കയറിയിട്ടുണ്ട്. പൈസയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് അവർ വിചാരിക്കുകയാണ്. എന്നാൽ സോളമന്റെ ആളുകൾ അവരെ ഓടിച്ചിട്ട് വരികയാണ്. അതുകൊണ്ട് 2 പേരും ഇപ്പോൾ വേറൊരു ഗെറ്റപ്പിലേക്ക് മാറുന്നു. സരസ്വതി ഒരു പേഷ്യന്റിനെ പോലെ സ്ട്രക്ചറിൽ കിടക്കുന്നു. ഹീറോ ഒരു ഡോക്ടറെ പോലെ അവളെ തള്ളിക്കൊണ്ടുപോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തോക്ക് താഴെ വീഴുന്നു. ഇതിലൂടെ പുള്ളി ഡോക്ടർ അല്ലെന്ന് സോളമന്റെ ആളുകൾ കണ്ടുപിടിക്കുന്നു. അവർ ഹീറോയുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുറെ പേര് ചേർന്ന് പുള്ളിയെ ലോക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. സരസ്വതി ഹെൽപ്പ് ചെയ്യുന്നതാണ് പുള്ളി കരുതിയത്. എന്നാൽ സരസ്വതി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പൈസ എടുത്ത് അവിടെ നിന്നും വേഗത്തിൽ എസ്കേപ്പ് ആവാൻ നോക്കുന്നു. അവൾ പോകുന്നത് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അവളെ കൊടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ അവൾ നമ്മളെ കുടുക്കിയിട്ട് പോയല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് അവൾ എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തത് എന്നോർത്ത് ഹീറോ ഭയങ്കരമായി സങ്കടപ്പെടുന്നു. നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ പോയ സരസ്വതി തിരികെ വരുന്നുണ്ട്. താഴെ വീണ ആ തോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോയത്. ഇപ്പോൾ തോക്ക് ചൂണ്ടി അവൾ സോളമന്റെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ഇതാ നിന്റെ തോക്ക് എന്ന് പറഞ്ഞ് ഹീറോയോടൊപ്പം അവൾ അവിടെ നിന്നും പോകുന്നു. കൊള്ളാലോ, എന്നോട് അവൾക്ക് ഇപ്പോഴും പ്രണയമുണ്ടെന്ന് തോന്നുന്നു എന്ന് ഹീറോ ചിന്തിക്കുകയാണ്. കാരണം അവൾക്ക് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പോവായിരുന്നു. എന്നാൽ എന്നെ രക്ഷിക്കാനായി അവൾ തിരികെ വന്നല്ലോ എന്ന് പുള്ളി ആലോചിക്കുകയാണ്.
അവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും പോലീസും അവിടേക്ക് വരുന്നു. അപ്പോൾ ഇവർ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ പോയി ഒളിക്കുകയാണ്. ഈ മാർക്കറ്റിനകത്ത് തന്നെയാണ് അവരുള്ളതെന്ന് ആ പോലീസ് കണ്ടുപിടിക്കുന്നു. ഈ മാർക്കറ്റ് എല്ലാ ഭാഗത്തു നിന്നും വളയാൻ രാംബാബു പോലീസുകാരോട് പറയുന്നു. അങ്ങനെ അവർ മാർക്കറ്റ് മുഴുവൻ വളയാണ്. ഇവരുടെ കയ്യിൽ പൈസയുണ്ട്. ഇവരവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാംബാബു എന്ന പോലീസ് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. നീയാണിത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നിന്റെ പാസ്റ്റിനെ കുറിച്ചും എനിക്കറിയാം. സ്വന്തം ചേച്ചിയെ പോലെ ഇടപഴകിയ ഒരാളോട് അതിക്രമം കാണിച്ചവനല്ലേ നീ എന്നൊക്കെ രാംബാബു പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പുറത്തുപോയി അവനുമായി ഫൈറ്റ് ചെയ്യാം എന്ന് ഹീറോ വിചാരിക്കുകയാണ്. അയാൾ നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നീ എടുത്തു ചാടി പുറത്തേക്ക് പോകരുത്. നമുക്ക് ഈ പൈസയാണ് പ്രധാനം എന്ന് സരസ്വതി അവനെ തടയുന്നു. ഒരു ഘട്ടത്തിൽ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെയുള്ളൊരു താൽക്കാലിക കട തട്ടിയിടുന്നു. അത് മറിഞ്ഞു വീണ ഉടനെ ബാക്കിയുള്ള കടകളെല്ലാം ഓരോന്നോരോന്നായി മറിഞ്ഞു വിടാൻ തുടങ്ങുന്നു. അതോടെ ആ സ്ഥലത്ത് വലിയൊരു ബഹളം ഉണ്ടാവുന്നു. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഈ പൈസ നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് സരസ്വതിയുടെ കയ്യിൽ നിന്ന് ആ പൈസ തട്ടിപ്പറിക്കുകയും അവളെ പിടിച്ച് തള്ളിയിടുകയും ചെയ്യുന്നു. അവൾ ആ ജനക്കൂട്ടത്തിനിടയിൽ പെട്ടുപോകുന്നു. ഹീറോ ഒരു ബൈക്കും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നു. ഹീറോ പോകുന്നത് കണ്ട് രാംബാബു അവനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലീസുകാരനെ ഹീറോ നന്നായി അടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനെയും മറികടന്ന് പുള്ളി അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു. അങ്ങനെ പോലീസിനെ വെട്ടിച്ച് ഹീറോ പോകുമ്പോൾ രാംബാബു ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. അതായത് അവിടെ ഒരു ഡ്രസ്സിന്റെ തുണി കീറി കിടപ്പുണ്ടായിരുന്നു. ഇതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി ഓടുന്നത് രാംബാബു കണ്ടിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയാണ് ഇവനോടൊപ്പം ചേർന്ന് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് അയാൾ തീരുമാനിക്കുന്നു. ഇപ്പോൾ രാംബാബു സോളമനെ കാണാനായി വരികയാണ്. ഇത്രയും വലിയ എമൗണ്ട് മോഷണം പോയല്ലോ എന്ന് സോളമൻ പോലീസിനോട് പറയുന്നു. മോഷണം പോയെന്നോ? ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ ഇത്? ആദ്യം നിന്നെയാണ് പിടിച്ചകത്തിടേണ്ടത് എന്ന് രാംബാബു സോളമനോട് ദേഷ്യപ്പെടുന്നു. എന്നെ ഒന്നും നിനക്ക് അകത്തിടാൻ പറ്റില്ല. നിന്നേക്കാൾ വലിയ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. കഴിയെങ്കിൽ എനിക്കെതിരെ തെളിവ് കൊണ്ടുപോവാ എന്ന് സോളമൻ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് രാംബാബു അവനെ വിട്ടിട്ട് അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ രാംബാബുവും ജാനകിയും ചേർന്ന് മല്ലിയെ കാണാനായി വരികയാണ്. അതായത് മല്ലി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുന്നു. അവർ മല്ലിയോട് ഹീറോയെ കുറിച്ച് ചോദിച്ചറിയുന്നു. അവനല്ലേ നിന്നോട് അതിക്രമം കാണിക്കാൻ നോക്കിയത് എന്നൊക്കെ പോലീസ് അവരോട് ചോദിക്കുന്നു. അല്ല സർ, നടന്നത് വേറെയാണ് എന്ന് പറഞ്ഞ മല്ലി ചില കാര്യങ്ങൾ പോലീസിനോട് പറയുന്നു. ഇവരെന്താണ് പറയുന്നതെന്ന ഒരു ചോദ്യം നമുക്കിപ്പോൾ തോന്നുമല്ലോ. അവിടെ വെച്ച് കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. സരസ്വതിയെ അവിടെ ജനക്കൂട്ടത്തിനിടയിൽ തള്ളിയിട്ടിട്ട് വന്നല്ലോ എന്നോർത്ത് ഹീറോയ്ക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം അവൾ ഹീറോയെ വിട്ടുപോകാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ താൻ അവളോട് അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്ത് പുള്ളിക്ക് ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. അവളെ ഞാൻ കൊടുക്കും എന്ന് പുള്ളി ഭായിയോട് പറഞ്ഞിരുന്നല്ലോ. നീ അവളെ കുടിക്കുകയോ എന്ന് ഭായി ചോദിക്കുന്നുണ്ട്. അവളെ കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇപ്പോൾ ആ പൈസ തട്ടിയെടുത്ത് വന്നത് തന്നെ എനിക്ക് വലിയ സങ്കടമായി പോയി എന്ന് പുള്ളി ഭായിയോട് ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. നീ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട്. നീ അവൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്ന് ഭായിയും അവനോട് പറയുന്നു. അവളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ആ കോട്ട് പുള്ളി ചെക്ക് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവർ സ്നേഹിച്ചിരുന്ന സമയത്ത് താൻ കൊടുത്ത ലോക്കറ്റ് അവൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പുള്ളി കാണുന്നു. ഇപ്പോഴും അവൾ ഈ ലോക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്നെ ഇനിയും ഇഷ്ടമാണെന്ന് അയാൾ ചിന്തിക്കുന്നു. ഈ സൈഡിൽ മല്ലി പോലീസിനോട് കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. മല്ലി പറയുമ്പോഴാണ് പല കാര്യങ്ങളും റിവീൽ ആവുന്നത്. അന്ന് അമ്പലത്തിൽ വെച്ച് ഹീറോയും സരസ്വതിയും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതിലൊരാൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. വേറൊരാളല്ല, സരസ്വതിയുടെ ചേട്ടൻ തന്നെയാണ് തെറ്റായ രീതിയിൽ ആ ഫോട്ടോ എടുത്തത്. നീ എന്തേ ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മല്ലി അവനെ തടയുന്നു. അവൻ മല്ലിയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് സരസ്വതിയുടെ ചേട്ടൻ അവിടേക്ക് വരുന്നത്. ചേട്ടന്റെ മുൻപിൽ അവൻ നല്ലവനെ പോലെ അഭിനയിക്കുകയാണ്. മല്ലി പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹീറോയോടും പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹീറോ വരുന്നത് സരസ്വതിയുടെ ഭർത്താവിനെ കാണാനാണ്. കാരണം അവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവന്റെ പേര് ഭാസ്കർ എന്നാണ്. ഹീറോ വന്നത് കണ്ട് അവൻ ശരിക്കും ഭയക്കുന്നു. നീയല്ലേ ഇതിനെല്ലാം കാരണം എന്ന് ചോദിച്ച് ഹീറോ അവനോട് ദേഷ്യപ്പെടുന്നു. ആക്ച്വലി ഈ ഭാസ്കറിന് ഒരുപാട് കാലമായി സരസ്വതിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സരസ്വതിയുടെ ചേട്ടനെ ഇംപ്രസ് ചെയ്ത് അവളെ കല്യാണം കഴിക്കണം എന്നൊക്കെ അവൻ ആഗ്രഹിച്ചിരുന്നു. മല്ലിയിലൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് അവൻ ചിന്തിക്കുന്നു. അമ്പലത്തിൽ വെച്ച് വേണമെന്ന് വെച്ച് തന്നെ അവൻ മല്ലിയുമായി പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ സരസ്വതിയുടെ ചേട്ടനെയും അവൻ പറഞ്ഞു പഠിപ്പിച്ചു. ആ മല്ലി നമ്മളോട് എതിർത്ത് സംസാരിച്ചല്ലോ, അവളെ വെറുതെ വിടരുത് എന്നൊക്കെ അവൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ചേട്ടൻ ആളുകളെല്ലാം കൂട്ടി അവിടേക്ക് വന്നത്. മല്ലിയെ ഉപദ്രവിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. അതുപോലെ ഹീറോ സരസ്വതിയെ പ്രണയിക്കുന്ന കാര്യവും ചേട്ടൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഹീറോയുടെ കൺമുന്നിൽ വെച്ച് തന്നെ മല്ലിയെ ഉപദ്രവിക്കാമെന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഹീറോ വന്ന് തടയുകയും അവരുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഈ ഭാസ്കർ മാത്രം നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ചേട്ടൻ നന്നായിട്ട് പെട്ടുപോയി. ഹീറോ വീണ്ടും വീണ്ടും അടിച്ചതുകൊണ്ട് ചേട്ടൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് മരിച്ചു പോകുന്നു. ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് സരസ്വതി വന്നല്ലോ. അതിവൻ അവളുടെ വീട്ടിൽ വിളിച്ച് ഈ വിവരം പറഞ്ഞതുകൊണ്ടാണ്.
ഹീറോയെ കൊടുക്കാൻ വേണ്ടി അവൻ പക്ക പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആക്ച്വലി നടന്ന സംഭവങ്ങളും ഹീറോയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മല്ലി വിചാരിച്ചിരുന്നു. എന്നാൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നിനക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പോലീസുകാരെ വരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തരണം, ഹീറോയാണ് നിന്നോട് അതിക്രമം കാണിക്കാൻ ശ്രമിച്ചതെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പോലീസുകാരെ വരെ നിർബന്ധിച്ചു. ഒരു ഘട്ടത്തിൽ ഹീറോയെ എൻകൗണ്ടറിലൂടെ കൊല്ലാനായി പോലീസ് പ്ലാൻ ചെയ്തു. സരസ്വതി വീട്ടിൽ മുത്തശ്ശിയോട് കരഞ്ഞ് കാല് പിടിച്ചു. ചേട്ടന്റെ ഭാഗത്താണ് തെറ്റ്, അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ ഹീറോയെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഞാൻ ചത്തുപോകും എന്ന് അവൾ ഭീഷണിപ്പെടുത്തി. ശരി, ഞങ്ങൾ അവനെ കൊല്ലുന്നില്ല, പക്ഷേ ഇനിമേൽ നീ അവന്റെ മുഖത്ത് നോക്കാൻ പാടില്ല എന്ന് അവർ അവളോട് പറഞ്ഞു. അവളും അത് സമ്മതിച്ചു. അങ്ങനെ ഹീറോയെ എൻകൗണ്ടർ ചെയ്യാനിരുന്ന പോലീസ് അത് നിർത്തിവെക്കുന്നു. ഈ ഭാസ്കർ ആണെങ്കിൽ അവൻ നൈസായിട്ട് സംസാരിച്ച് എനിക്ക് സരസ്വതിയുമായുള്ള കല്യാണം നടത്തി തരണമെന്ന് അവിടെയുള്ളവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വീട്ടിലുള്ളവർ കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുകയും ഭാസ്കറുമായി സരസ്വതിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ നീ സ്റ്റേഷനിൽ വന്ന ഹീറോയാണ് ഇതൊക്കെ ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്നും അവർ സരസ്വതിയോട് പറഞ്ഞു. വളരെ സങ്കടത്തോടെയാണ് സരസ്വതി പോലീസിന് ആ സ്റ്റേറ്റ്മെന്റ് നൽകിയത്. മല്ലി ഇപ്പോൾ കുറച്ചു നേരം മുൻപാണ് ഈ കാര്യങ്ങളൊക്കെ ഹീറോയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹീറോയിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഭാസ്കറെ കാണാനായി വന്നത്. സത്യത്തിൽ ഇവന് തുടക്കം മുതലേ സരസ്വതിയോട് ഒരു വല്ലാത്ത ഒബ്സഷൻ ഉണ്ടായിരുന്നു. അതായത് സരസ്വതി ഹീറോയുടെ വീട്ടിൽ വെച്ച ആ ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ ഇവൻ അടിച്ചു മാറ്റിയതായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് സിനിമയിൽ റിവീൽ ചെയ്യുന്നത്. ഇപ്പോൾ ദേഷ്യം വന്ന ഹീറോ, നിന്നെ കൊണ്ടാടാ എൻ്റെ ജീവിതം തന്നെ നശിച്ചത്, സരസ്വതി എനിക്ക് കിട്ടാതെ പോയത്, നീയൊന്നും ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ അവനെ കൊല്ലാൻ തുടങ്ങുന്നു. കാരണം ഇവന്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടാണല്ലോ സരസ്വതി ഇപ്പോൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. ഇവൻ മരിച്ചാൽ അവൾക്ക് ഇനി ആ കഷ്ടപ്പാടിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഹീറോ അവനെ കൊല്ലാൻ നോക്കുകയാണ്. നീ എടുത്തു ചാടി എന്നെ കൊല്ലരുത്, എനിക്ക് കൊറോണ മാത്രമേ വന്നിട്ടുള്ളൂ, എനിക്കല്ല ഹാർട്ട് ഓപ്പറേഷൻ വേണ്ടത്, സരസ്വതിക്കാണ് ഹാർട്ട് ഓപ്പറേഷൻ എന്ന് ഭാസ്കർ പറയുന്നു. ഇത് കേട്ട് ഹീറോ ശരിക്കും ഞെട്ടിപ്പോവാണ്. എന്ത്, സരസ്വതിക്കാണ് ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. ഇപ്പോഴാണ് ഹീറോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കുന്നത്. സരസ്വതി യൗവനകാലത്ത് തന്നെ തനിക്ക് ആസ്മ പ്രോബ്ലം ആണെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവൾക്ക് ഹാർട്ട് പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ഇവർ രണ്ടുപേരും കൂടി മോഷ്ടിക്കാൻ പോയ സമയത്തൊക്കെ അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവൾ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഹീറോ അവളെ കളിയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അവൾക്ക് ഹാർട്ട് പ്രോബ്ലം ആണെന്നും അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും പുള്ളിക്ക് മനസ്സിലാവുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ താനാണ് അവളോട് വളരെ മോശമായി പെരുമാറിയത് എന്ന് പുള്ളി സങ്കടപ്പെടുന്നു. കാരണം അവളോടുള്ള ദേഷ്യം കാരണം എപ്പോഴും അവളോട് മുഖം കറുപ്പിച്ചാണ് സംസാരിച്ചിരുന്നത്. അത് എത്ര വലിയ തെറ്റാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. അതുപോലെ ഇപ്പോൾ പൈസ കിട്ടാത്തതുകൊണ്ട് അവളുടെ ഹാർട്ട് ഓപ്പറേഷൻ നടക്കാതെ പോവല്ലോ, ആ പൈസ അവൾക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണം, അവളുടെ ഓപ്പറേഷൻ നടത്തണം എന്ന് ഹീറോ തീരുമാനിക്കുന്നു. മല്ലിയോട് ചോദിച്ചതിലൂടെ ഹീറോയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് റാംബാബുവിന് മനസ്സിലാവുന്നു. ആക്ച്വലി റാംബാബുവിനൊപ്പം ജാനകി എന്ന പോലീസുകാരിയും വന്നിരുന്നല്ലോ. അവർ റാംബാബുവിന്റെ സ്വന്തം മകളാണ്. രണ്ടുപേരും അവിടെ നിന്നും തിരിക്കുന്നു. ഇപ്പോൾ ഹീറോ സരസ്വതിയുടെ അമ്മയെ കാണാനായി വരികയാണ്. സരസ്വതി എവിടെയെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഇന്നലെ രാത്രി അവൾ ഭയങ്കര ടെൻഷനിലാണ് വന്നതെന്ന് അമ്മ പറയുന്നു. പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, അതോർത്ത് അവൾ ഭയങ്കരമായി വിഷമിച്ചിരുന്നു. ഹീറോ പൈസയുമായി കടന്നു കളഞ്ഞല്ലോ, വേറെ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്യാമെന്ന് അവൾ ശ്രമിക്കുന്നുണ്ട്. തന്റെ ജീവൻ പോകുന്നതിനെ കുറിച്ച് അവൾക്ക് യാതൊരു പേടിയുമില്ല. എന്നാൽ തന്നെ വിശ്വസിച്ച് ആ കൊച്ചുകുട്ടിയുണ്ടല്ലോ, അവൾക്ക് വേണ്ടിയെങ്കിലും താൻ ജീവിക്കണം എന്ന് സരസ്വതി ചിന്തിക്കുകയാണ്. കാരണം അമ്മയുടെ വിഷമം കണ്ട് മകള് ചോദിച്ചിരുന്നു, അമ്മയ്ക്ക് എന്ത് പറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഒന്നുമില്ല, അമ്മ ഓക്കെയാണ്, അമ്മ വേഗം ഒരു സ്ഥലത്ത് പോയിട്ട് വരാം എന്ന് അവൾ മകളോട് പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് ആ ചെറിയ കുട്ടിക്കും പേടിയായി. നീ പേടിക്കണ്ട, അമ്മ തിരികെ വരും എന്ന് പറഞ്ഞ് അവൾ പോയി. എങ്ങനെയെങ്കിലും ആ പൈസ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അവൾ പോയതെന്ന് അമ്മ ഹീറോയോട് പറയുന്നു. അവൾ എങ്ങനെ പൈസ അറേഞ്ച് ചെയ്യും, അവൾക്ക് എങ്ങനെ അത്രയും പൈസ കിട്ടാനാണ്? ഒരു പക്ഷേ നമ്മൾ സോളമന്റെ 5 ഹോസ്പിറ്റലുകൾ ലക്ഷ്യം വെച്ചിരുന്നല്ലോ, അതിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊള്ളയടിക്കാൻ അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കോ? അങ്ങനെ പോയാൽ അവൾക്ക് അപകടം സംഭവിക്കാമല്ലോ എന്ന് ഹീറോ ചിന്തിക്കുന്നു. താൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ പൈസ ഭായിയുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പുള്ളി വിചാരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഭായി ഒരു പോലീസ് ഓഫീസർ പിടികൂടുന്നു. റാംബാബുവിന്റെ അസിസ്റ്റന്റായി സുനിൽ എന്ന പേരുള്ള ഒരാളെ കാണിച്ചിരുന്നല്ലോ, അയാളാണ് ഭായിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ തട്ടിയെടുത്തത്. അതുപോലെ ഭായി അയാൾ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു. അയാൾ ഇപ്പോൾ സോളമന് വേണ്ടി ജോലി ചെയ്യുന്ന ആളായി മാറിയിരിക്കുകയാണ്. ഭായ് ഫോൺ എടുക്കാത്തതുകൊണ്ട് ഹീറോ നേരെ ഭായിയെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പോകുന്നതിന് മുമ്പ് എന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മോനെ എന്ന് അമ്മ പറയുന്നു. അതുപോലെ ആ ചെറിയ കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ എവിടെയാ അങ്കിൾ? നിന്റെ അമ്മ അടുത്തൊരു സ്ഥലത്തുണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പുള്ളി അവളോട് പറയുന്നു. സത്യമായിട്ടും കൂട്ടിക്കൊണ്ടുവരോ എന്ന് അവൾ ചോദിക്കുന്നു. സത്യമായിട്ടും ഞാൻ കൂട്ടിക്കൊണ്ടുവരാം എന്ന് വാക്ക് കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്നും പോകുന്ന വഴിക്ക് ഹീറോ ഭായിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് സരസ്വതി സോളമന്റെ മറ്റൊരു ബ്രാഞ്ചിൽ കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. ഭായിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹീറോ ഭായിയുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ആ പോലീസ് ഭായിയെ കൊന്നിട്ടിരിക്കുന്ന കാര്യം ഹീറോ അറിയുന്നത്. ഇത് കണ്ട് ഹീറോയ്ക്ക് അതിയായ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ഇപ്പോൾ സരസ്വതി മറ്റേതെങ്കിലും ബ്രാഞ്ചിൽ കയറിയിട്ടുണ്ടാവാനാണ് സാധ്യത. അവിടെ എത്തണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. ഈ സുനിൽ സോളമനെ വിളിച്ചിട്ട്, സാർ നിങ്ങളുടെ പൈസ ഞാൻ നിങ്ങളുടെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ കമ്മീഷൻ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നു.
സോളമനെ സംബന്ധിച്ച് റാം ബാബുവിലൂടെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന ആൾക്ക് പേടിയുണ്ട്. ആ റാം ബാബുവിനെ തീർക്കണം, അതുകൂടാതെ ഇതിനു മുമ്പിൽ പ്രവർത്തിക്കുന്ന ആ രണ്ടുപേരെയും കണ്ടുപിടിച്ച് കൊല്ലണം എന്ന് സോളമൻ പറയുന്നു. സുനിൽ അതെല്ലാം ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴാണ് സോളമന്റെ മറ്റൊരു ഹോസ്പിറ്റലിനകത്ത് സരസ്വതി കടന്നിട്ടുള്ള വിവരം അവരറിയുന്നത്. എല്ലാവരുടെയും നേരെ തോക്ക് ചൂണ്ടി അവൾ പൈസ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സോളമന്റെ ആളുകൾ ഹോസ്പിറ്റലിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരവളെ തടഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ സുനിലിനും ഈ വിവരം ലഭിക്കുന്നു. അവളെ പിടികൂടാനായി സുനിൽ വേഗത്തിൽ അവിടേക്ക് വരികയാണ്. ഇപ്പോൾ സരസ്വതി ഭയന്ന ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് സുനിൽ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇനി നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, മര്യാദയ്ക്ക് പുറത്തു വരാൻ പറഞ്ഞ് അയാൾ തോക്ക് ചൂണ്ടി അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഇല്ലടാ, അവൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നൊരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ വന്നിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഭാര്യയെ നീ കൊന്നില്ലേ, നീയും ചാകട എന്ന് പറഞ്ഞ് ഹീറോ ആ സുനിലിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാം, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് പുള്ളി സരസ്വതിയെ വിളിക്കുന്നു. ഞാൻ നിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടും നിനക്കാണ് ഹാർട്ട് പ്രോബ്ലം എന്ന് എന്നോട് പറയാതിരുന്നത് എന്താ എന്ന് അവളോട് ചോദിക്കുന്നു. അതുപോലെ പാസ്റ്റിൽ നടന്ന സത്യങ്ങൾ എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെച്ചതെന്നും പുള്ളി വളരെ ഫീൽ ചെയ്ത് ചോദിക്കുന്നു. അവളെയും വിളിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കാലിൽ ഒരു വെടിയേൽക്കുന്നു. ഹീറോ വളരെ കഷ്ടപ്പെട്ട് അവളെ എടുത്തുകൊണ്ടുവന്ന് കാറിൽ കയറ്റിയിരുത്തുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹീറോ കാർ ഓടിക്കണം. ഹീറോയ്ക്ക് ഇപ്പോഴും ശരിക്കും കാർ ഓടിക്കാൻ അറിയില്ല. ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാം, നീ വണ്ടി ഓടിക്കുക എന്ന് അവൾ പറയുന്നു. അവർ ലവ് ചെയ്തിരുന്ന കാലത്ത് അവൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്ത പോലെ ഇപ്പോഴും അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പോ, ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ അവൾ അവനെ പഠിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് ഹീറോ അവിടെ നിന്നും വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്നു. പോലീസുകാരെല്ലാം അവരെ വിടാതെ പിന്തുടർന്ന് പിന്നാലെ വരുന്നുണ്ട്. ഇതുകൂടാതെ ആ സോളമന്റെ ആളുകൾ എല്ലാവരും കൂടി അവരെ ഫോളോ ചെയ്ത് പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മരുഭൂമി പോലെയുള്ള പ്രദേശത്തേക്കാണ് അവർ വരുന്നത്. ശരിക്കും ഇവിടെ പെട്ടുപോയല്ലോ എന്ന് ഹീറോ ചിന്തിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും സേഫായി കൊണ്ടുപോകണം. ഇപ്പോൾ ആ ഗുണ്ടകൾ എല്ലാവരും തോന്നിയതുപോലെ വെടിവെക്കുകയാണ്. സരസ്വതിക്ക് വെടിയേൽക്കാതിരിക്കാൻ ഹീറോ കാറിന് പിന്നിലായി ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നത് അസാധ്യമാണെന്ന് അവൾ പറയുന്നു. അല്ലല്ല, ഉറപ്പായും ഞാൻ നിന്റെ മോളുടെ അടുത്ത് സേഫായി എത്തിക്കും എന്ന് ഹീറോ അവളോട് പറയുന്നു. ഇവിടെ നിന്നും നീ മാത്രമേ പോകാൻ പാടുള്ളൂ, കാറെടുത്ത് എങ്ങും നിർത്താതെ പൊക്കോണം എന്ന് ഹീറോ അവളോട് പറയുന്നു. പോകാൻ കഴിയില്ല എന്ന് അവൾ സങ്കടപ്പെടുന്നു. ഇല്ലില്ല, നീ ഈ കാര്യം ചെയ്തേ മതിയാവൂ എന്ന് പുള്ളി നിർബന്ധിക്കുന്നു. അവൾക്ക് കാലിൽ വെടിയേറ്റ ഭാഗത്ത് പുള്ളി തുണി കൊണ്ട് കെട്ടിക്കൊടുക്കുന്നു. കാറെടുത്ത് പോകാൻ പറയാണ്. ഹീറോ പോലീസിനെ തന്റെ അടുത്തേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ അവൾ കാറെടുത്ത് അവിടെ നിന്നും പോകുന്നു. ഹീറോ അവിടെയുള്ള മല ലക്ഷ്യമാക്കി ഓടുകയാണ്. പോലീസുകാർ അവനെ ഓടിച്ചിട്ട് വരികയാണ്. ആ ഗ്യാപ്പിൽ സരസ്വതി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പോൾ പോലീസുകാരെല്ലാവരും ചേർന്ന് അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് വെടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴാണ് റാം ബാബുവും ജാനകിയും ആ സ്ഥലത്തേക്ക് വരുന്നത്. തോന്നിയതുപോലെ വെടിവെക്കരുത്, നിർത്ത് എന്ന് അവർ ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നു. എന്നാൽ ഹീറോ വേണമെന്ന് വെച്ച പോലീസിന് നേരെ വെടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ എന്തായി ചെയ്യുന്നത്, നിർത്ത്, ഞങ്ങൾ നിന്നെ വെടിവെക്കില്ല, നിന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ വന്നത്. അതുപോലെ നിന്റെ പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ എടുത്തു ചാടാതെ സമാധാനമായി നിൽക്ക് എന്ന് റാം ബാബു പറയുന്നു. ഒരു ഘട്ടത്തിൽ ഹീറോ വെടിവെക്കുന്നത് നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ മാത്രം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് റാം ബാബു മാത്രം ഹീറോയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. എന്താണ് മെസ്സേജ് എന്ന് വെച്ചാൽ, ഞാൻ ഓപ്പറേഷന് വേണ്ടി സേഫായി ഹോസ്പിറ്റലിൽ എത്തി എന്ന സരസ്വതിയുടെ ഇൻഫർമേഷൻ ആയിരുന്നു അത് കണ്ട ഉടനെ പുള്ളിക്ക് വലിയ ആശ്വാസമാവുന്നു. ഹീറോ അവസാനമായി വെടിവെക്കാൻ ശ്രമിച്ച സമയത്ത് പുള്ളിക്ക് പോലീസിന്റെ വെടിയേറ്റിരുന്നു. അങ്ങനെ വെടിയേറ്റ് തീർത്തും അവശനായി അയാൾ അവിടെ ഇരിക്കുകയാണ്. റാം ബാബു അയാളുടെ അടുത്തേക്ക് വരുന്നു. അവിടെ എത്തിയ റാം ബാബു, നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കി, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയുന്നു. എന്നാൽ ഹീറോയെ സംബന്ധിച്ചിടത്തോളം സരസ്വതിയെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ, അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലോ എന്നൊക്കെയുള്ള സങ്കടത്തിലാണ് അയാൾ. അതുപോലെ വെടിയേറ്റതുകൊണ്ട് ഹീറോയുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ മരിക്കാൻ പോവാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം മാത്രം പറയാനുണ്ട്, അടുത്ത് വാ എന്ന് പറഞ്ഞ് പുള്ളി വിളിക്കുന്നു. റാം ബാബു അടുത്തേക്ക് ചെന്ന ഉടനെ ഹീറോ അയാളുടെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറയുന്നു. എന്താണ് പുള്ളി പറഞ്ഞതെന്ന് സിനിമയിൽ വ്യക്തമായി നമ്മളെ കാണിക്കുന്നില്ല. അത് പറഞ്ഞു തീർന്ന ഉടനെ ഹീറോ അവിടെ വെച്ച് മരിക്കുന്നു. റാം ബാബുവിനും ഹീറോയെ ഓർത്ത് വലിയ സങ്കടമാവുന്നുണ്ട്. തുടർന്ന് റാം ബാബു എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോളമൻ ചെയ്ത ക്രമക്കേടുകളെല്ലാം അയാൾ പുറത്തു കൊണ്ടുവരുന്നു. സോളമനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇപ്പോൾ സരസ്വതിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. കാരണം അവളുടെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അവൾ സക്സസ്ഫുൾ ആയി വീട്ടിലെത്തി. അതേസമയം ഭർത്താവ് കൊറോണ മാറി ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഒരു ചെറിയ പാർട്ടി പോലെ അവർ ആഘോഷിക്കുകയാണ്. പാർട്ടി പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീടിനുള്ളിൽ സരസ്വതി മാത്രം വലിയ സങ്കടത്തിലാണ്. അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, അന്ന് രാവിലെയാണ് റാം ബാബുവും മകളും അവരുടെ വീട്ടിൽ വന്നിരുന്നത്. അവളുടെ ഭർത്താവ് ഭാസ്കർ ചെയ്ത എല്ലാ ചതികളെക്കുറിച്ചും അവർ സരസ്വതിയോട് പറഞ്ഞിരുന്നു. അവൾ അപ്പോൾ തന്നെ ഭാസ്കറിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഓഹോ, ഇതെല്ലാം നീ അറിഞ്ഞോ? നിനക്ക് എങ്ങനെ ഇത് മനസ്സിലായി? ഹീറോ ചാവുന്നതിന് മുമ്പ് നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ എന്നവൻ കളിയാക്കി ചോദിച്ചു. അതെ, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതിനെയൊക്കെ കുറിച്ചോർത്ത് ഇനി സംസാരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്?
ഇനി എൻ്റെ കൂടെ സമാധാനമായി ജീവിക്കും, നമുക്കൊരു മകൾ കൂടിയുണ്ടല്ലോ, സമാധാനമായിട്ട് ജീവിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് അവൻ പുച്ഛത്തോടെ പറയുന്നു. ആ വാക്കുകളാണ് അവളുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ദേഷ്യം വന്ന അവൾ ആ പോലീസ് വന്ന് സംസാരിച്ചപ്പോൾ ഒരു ഫോട്ടോ അവരിൽ നിന്നും വാങ്ങിയിരുന്നു. ആ ഫോട്ടോ ഇപ്പോൾ സരസ്വതിയുടെ കയ്യിലുണ്ട്. എല്ലാവരും പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കാണുന്ന രീതിയിൽ സരസ്വതി ആ ഫോട്ടോ മാറ്റിവെക്കുന്നു. അവളും ഹീറോയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് അവൾ വെക്കുന്നത്. ഇത് കാണുന്ന ഭർത്താവ് നീ എന്തായി ചെയ്യുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അപ്പോൾ സരസ്വതി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭാസ്കറിന്റെ അടുത്ത് വന്ന് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവന്റെ കരണത്ത് മാറി മാറി അടിക്കുന്നു. കാരണം അവർ രണ്ടുപേരും പിരിയാൻ പ്രധാന കാരണം ഇവനാണല്ലോ. അതുകൊണ്ടാണ് അവനെ നന്നായിട്ട് അടിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ ഇവളിങ്ങനെ അടിക്കുകയാണല്ലോ എന്ന് കരുതി ചുറ്റുമുള്ള എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. ഇതിനുശേഷം ഇവന്റെ കൂടെ ജീവിക്കാൻ പാടില്ല എന്ന് അവൾ തീരുമാനിക്കുന്നു. ഇപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ വീടിന്റെ വാതിലിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ കൊച്ചുകുട്ടി വന്നിട്ട് അമ്മേ ഇതാ എന്ന് പറഞ്ഞ് ആ ലോക്കറ്റ് കാണിക്കുന്നു. നിന്റെ അമ്മ ഉറപ്പായും തിരികെ വരും, അപ്പോൾ അമ്മയ്ക്ക് ഈ ലോക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഹീറോ ആ കുട്ടിയുടെ കയ്യിൽ അത് കൊടുത്തിരുന്നു. അതാണ് മകളിപ്പോൾ സരസ്വതിയെ കാണിക്കുന്നത്. ആ ലോക്കറ്റിനുള്ളിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. അത് കണ്ട് സരസ്വതി വല്ലാതെ ഇമോഷണൽ ആവുന്നു. ഇപ്പോൾ റാംബാബുവിനെയും മകളെയും കാണിക്കുന്നു. മകൾ ജാനകി പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടതായിരുന്നു അച്ഛാ, ഇങ്ങനെ ഒന്നിക്കാൻ കഴിയാതെ പോയല്ലോ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് അവൾ അച്ഛനോട് പറയുന്നു. അവരൊന്നിച്ചില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അവരിപ്പോഴും ഒന്നിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് റാംബാബു ഒരു കാര്യം റിവീൽ ചെയ്യുന്നു. അതായത് ഹീറോ മരിക്കുന്നതിന് മുമ്പ് റാംബാബുവിന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ കിട്ടി, പക്ഷേ ഹാർട്ട് കിട്ടിയിരുന്നില്ലല്ലോ. ഹീറോയുടെ ഹാർട്ട് അവൾക്ക് മാച്ച് ആവും. എൻ്റെ ഹാർട്ട് എടുത്തോ എന്ന് അയാൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അയാൾ വേണമെന്ന് വെച്ച് പോലീസിന് നേരെ വെടിവെച്ചത്. പോലീസിൽ നിന്നും തിരികെ വെടിയേൽക്കാൻ വേണ്ടിയായിരുന്നു അത്. താൻ മരിച്ച് അവളെ രക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ് ഹീറോ വേണമെന്ന് വെച്ച് പോലീസിന്റെ വെടിയേറ്റ് വാങ്ങിയത്. എൻ്റെ ഹാർട്ട് എടുത്ത് അവൾക്ക് ഫിക്സ് ചെയ്യണം എന്ന് മരിക്കുന്നതിന് മുമ്പ് ഹീറോ ഈ പോലീസുകാരനോട് പറഞ്ഞിരുന്നു. ഈ പോലീസുകാരൻ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ഹീറോയിന് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ആ പോലീസുകാർ അവളെ വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവളോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ പ്രസന്റിൽ അച്ഛനും മകളും ഇരിക്കുകയാണല്ലോ. അവിടെ വെച്ച് മകൾ ചോദിക്കുന്നുണ്ട് ഈ കാര്യം നിങ്ങൾ സരസ്വതിയോട് പറഞ്ഞോ ഇല്ലയോ എന്ന്. അച്ഛൻ പറഞ്ഞെന്നും പറയുന്നില്ല, പറഞ്ഞില്ല എന്നും പറയുന്നില്ല. ഞാൻ അവനെ ഒരു കൊള്ളക്കാരനാണെന്നാണ് വിചാരിച്ചത്, എന്നാൽ അവൻ കൊള്ളക്കാരനല്ല, യഥാർത്ഥത്തിൽ അവനൊരു ഹീറോയാണ് എന്ന് അച്ഛൻ വളരെ അഭിമാനത്തോടെ പറയുന്നു. ഇതിലൂടെ ഈ സിനിമയുടെ കഥയെ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.